ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 60 വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നിലവിൽ 6400 കിലോമീറ്റർ 6500 കിലോമീറ്റർ കഷ്ടി ആവണുള്ളൂ വണ്ടി. എന്നാൽ പോലും നമുക്ക് പീരിയോഡിക് സർവീസ് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് വേണ്ടി കയറ്റിയതാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാണ്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് ലൈനറൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറൊക്കെ ആയാലും പുതിയ ആകെ 6000 ചില കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ലിയറാണ്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ആയാലും പുതിയ ഫിൽറ്റർ തന്നെയാണ്, തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുക. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. CVT ക്ലച്ച് നമ്മളിപ്പോൾ ഓട്ടോ ഉണ്ടെങ്കിലും ഓട്ടോ ഇല്ലെങ്കിലും ഇടയ്ക്ക് അഴിച്ച് ഗ്രീസിങ് നടത്തണം. അത് ശരിക്കും സാധാരണ രീതിയിൽ ഒരു 6 മാസം കൂടുമ്പോൾ തന്നെ ചെയ്യണം. കമ്പൽസറി ആയിട്ട് 1 ഇയർ അല്ലെങ്കിൽ 10000 കിലോമീറ്റർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട വർക്കാണ്. പക്ഷേ നമ്മൾ ജനറൽ സർവീസായിട്ട് വന്ന ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. ഓൾറെഡി നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡാണ് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ. കാരണം CVT ക്ലച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂട്ടറിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു പാർട്ടാണ്. അവിടെ ഓയിൽ കാര്യങ്ങളൊന്നുമില്ല. ലൂബ്രിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സർവീസിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ ആയാലും ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് വേറെ പറയത്തൊക്കെ ഓയിൽ ലീക്കൊന്നുമില്ല. ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി എടുക്കുക. ബെൽറ്റായാലും കമ്പനി ബെൽറ്റ് കിടക്കണേ, പുതിയ ബെൽറ്റാണ്, നിസ്സാരം ഓടിയിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ മെയിൻ ഒരു പാർട്ട് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളറൊക്കെ വന്ന യൂണിറ്റാണ്. അതൊക്കെ നോർമൽ സാധാരണ തേമാനങ്ങളൊക്കെ ഉള്ളൂ. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്കിപ്പോൾ 6000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനുള്ള തേമാനം പോലും ആയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. ഈ യൂണിറ്റാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഗ്രീസിങ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, കംഫർട്ടാണ്, ക്ലിയറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കിക്കർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. ക്ലച്ചിൻ്റെ ഈ കവറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി, ക്ലച്ച് ഷൂവിൻ്റെയും ബെൽറ്റൊക്കെ വർക്ക് ചെയ്യണതിൻ്റേതായിട്ടുള്ള ആ തേമാനം പൊടി തന്നെയാണത്. അത് ക്ലീൻ ചെയ്ത് കയറ്റാം നമുക്ക്. പിന്നെ അതേപോലെ വേറെ ഹെഡിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. കൂട്ടത്തിൽ നമ്മൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് നമുക്ക് 12.83 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല, ഓക്കെ ആയിട്ട് തന്നെയാണ് ബാറ്ററി കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ട് വീലും കൂടി ഒന്ന് അഴിച്ച് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരും. കാരണം ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് തരാനാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കും കേട്ടോ. അഴിച്ച് ക്ലീൻ ചെയ്യും. അതേപോലെ തന്നെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. സ്വിച്ച് ഐറ്റംസൊക്കെ നോക്കാം. ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗം തന്നെ നമ്മൾ കൂട്ടത്തിൽ നോക്കി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് സ്പാർക്ക് പ്ലഗും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നല്ല ഓയിലാണ്, നിസ്സാരമാണ് ഓടിയിട്ടുള്ളൂ. കളർ കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഓയിൽ നമ്മളിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. ബാക്കിയത്തെ ജനറലായിട്ടുള്ള സർവീസ്, വാട്ടർ സർവീസൊക്കെ കൂട്ടത്തിൽ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിലാണ് നമുക്ക്, അല്ല എഞ്ചിൻ ഓയിൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഇച്ചിരി തേമാനം വന്നിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് സെറ്റ് ചെയ്യാം. എഞ്ചിൻ ഓയിലൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ്, സർവീസിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വർക്ക് കംപ്ലീറ്റ് ആകാൻ വിളിക്കാം കേട്ടോ.